ISIയുടെ അത്തരം പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ജോയിന്റ് ഇന്റലിജൻസ് എക്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുള്ള ഏകോപനം അഥവാ കോർഡിനേഷൻ ആണ് ഈ വിഭാഗത്തിന്റെ ഉത്തരവാദിത്വം. അതിർത്തിക്ക് പുറത്തും അകത്തുമുള്ള ക്യാമ്പയിനുകളെ ഇവർ കോർഡിനേറ്റ് ചെയ്യുന്നു. ഭാരതത്തിനകത്തുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെയും സ്വാധീനശേഷിയുള്ള വ്യക്തികളെയും ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. രണ്ടാമത് ജോയിന്റ് ഇന്റലിജൻസ് ബ്യൂറോ. പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയങ്ങൾ മോണിറ്റർ ചെയ്യുന്ന കഴുകൻ കണ്ണുകളാണ് ഈ JIB. സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ, വിവാദങ്ങൾ, മതപരമായ അസ്വാരസ്യങ്ങൾ എന്നിങ്ങനെ ഓരോ ചലനങ്ങളും ഇവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല തങ്ങളുടെ ഇലക്ട്രോണിക് മീഡിയയും മറ്റ് റെഗുലേറ്ററി സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ പ്രവണതകളെ തുടക്കത്തിലെ നുള്ളിക്കളയുന്നു. മൂന്നാമത് ജോയിന്റ് കൗണ്ടർ ഇന്റലിജൻസ് ബ്യൂറോ. നേരത്തെ പറഞ്ഞ ജോയിന്റ് ഇന്റലിജൻസ് ബ്യൂറോ പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ ജോയിന്റ് കൗണ്ടർ ഇന്റലിജൻസ് ബ്യൂറോ പാകിസ്ഥാനെതിരെയുള്ള അന്താരാഷ്ട്ര നെറേറ്റീവുകളെയാണ് കൈകാര്യം ചെയ്യുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ഡിപ്ലോമാറ്റുകൾ, NGOകൾ എന്നിങ്ങനെ എല്ലാ പ്രധാന എൻറ്റിറ്റികളും ഇവരുടെ നിരീക്ഷണത്തിലായിരിക്കും, പ്രത്യേകിച്ച് ഭാരതത്തിലെ. നാലാമത് ജോയിന്റ് ഇന്റലിജൻസ് നോർത്ത്. ഇത് എക്സ്ക്ലൂസീവായി ഭാരതത്തിൽ ഇടപെടാൻ വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്. ഭാരതത്തിനകത്തെ വിഷയങ്ങളിൽ ഇൻഫർമേഷൻ ഓപ്പറേഷനുകൾ നടത്തുക, ഹാഷ്ടാഗ് ട്രെൻഡിങ് നടത്തുക, ഇവിടുത്തെ അവരുടെ ഈ വിലക്കെടുത്തിട്ടുള്ള ഹ്യൂമൻ അസറ്റുകൾക്ക് ടൂൾ കിറ്റ് എത്തിച്ചു കൊടുക്കുക എന്നിങ്ങനെ പോകുന്നു പ്രവർത്തനങ്ങൾ. അഞ്ചാമത് സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ. ഇതും പ്രധാനമായി ഭാരതത്തെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കലാണ് പ്രധാന ജോലി. ജാതികൾക്കിടയിൽ സ്പർദ്ധ സൃഷ്ടിക്കുന്ന ഇടപെടലുകൾ, അതുപോലെ ഭാരത സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുക എന്നിങ്ങനെ പോകുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. ആറാമത് റാവൽപിണ്ടി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സൈബർ വാർഫെയർ യൂണിറ്റ് ആണ്. ഇവരാണ് പാകിസ്ഥാൻ ഇൻഫർമേഷൻ വാർ സേനയുടെ കാലാൾപ്പട. ഹിന്ദുക്കളുടെ പേരിൽ മുതൽ ജൂതന്മാരുടെ പേരിൽ വരെ ആയിരക്കണക്കിന് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി വ്യാജ നറേറ്റീവുകൾ ഇറക്കിവിടുന്ന സൈബർ ടീം ഇവരാണ്. ഇത്രയും ചേർന്നതാണ് പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ വാർഫെയർ സൈന്യം.